മദ്യം എത്ര ഉപയോഗിക്കാം, സോഷ്യൽ ഡ്രിങ്കിങ് പാടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യവുമായിട്ട് എപ്പോഴും പേഷ്യൻസ് നമ്മളെ സമീപിക്കാറുണ്ട്. ഇപ്പോൾ സാധാരണയായിട്ട് ഞാൻ പറയാറ് മദ്യമേ വേണ്ട, കുറച്ചും വേണ്ട, ഒരുപാടും വേണ്ട. കാരണം നമുക്ക് പഠനങ്ങൾ തെളിയിക്കുന്ന അങ്ങനെയാണ്. നമ്മുടെ ആമാശയത്തിലെ നല്ല ബാക്ടീരിയ, ഗട്ട് മൈക്രോബയോം എന്ന് പറയുന്നത്, പിന്നെ കരളിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഒരു ഡ്രോപ്പ് പോലും വേണ്ട എന്ന് തന്നെയാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സോഷ്യൽ ഡ്രിങ്കിങ് ഓക്കെ ആണ് അല്ലെ നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം ഉത്തരങ്ങൾ കേട്ട് കഴിഞ്ഞ് പേഷ്യൻസ് മറ്റ് പുരുഷ ഡോക്ടർമാരുടെ അടുക്കലേക്ക് പോവുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള വൈമനസ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടോ അവർ ഡോക്ടറെ മാറുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. പക്ഷേ സത്യം അത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണാറുണ്ട്, ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികൾ ചിലപ്പോൾ അവിടെ മദ്യപിക്കാൻ പറ്റാത്തത് കൊണ്ട് നാട്ടിൽ വന്ന് 1 മാസം കൊണ്ട് 1 വർഷത്തേക്കുള്ളത് മദ്യപിച്ചിട്ട് പോകാറുണ്ട്. അതൊക്കെയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. ഒരു ചെറിയ കാലാവധി കൊണ്ട് ഒരുപാട് മദ്യം ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും കരളിന് വലിയ ദോഷഫലങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മദ്യത്തിൻ്റെ ഓവറോളായിട്ടുള്ള ഇഫക്ട്സ് എടുക്കുകയാണെങ്കിൽ കരളിനെ ബാധിക്കുന്നു. കരളിനെ സിറോസിസ് മുതൽ ലിവർ ക്യാൻസർ വരെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നു. പല മറ്റ് ക്യാൻസറുകൾ, സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാൻ അല്ലെങ്കിൽ മറ്റ് കുടൽ സംബന്ധമായിട്ടുള്ള ക്യാൻസേഴ്സിനൊക്കെ മദ്യം ഒരു പ്രധാന ഘടകമാണ്. അതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പം മസ്തിഷ്കത്തിന് ചുരുക്കം സംഭവിക്കുക, അല്ലെങ്കിൽ മസ്തിഷ്കവും നമ്മുടെ കൈകാലുകളും തമ്മിലുള്ള ഏകോപനം ശരിക്ക് സംഭവിക്കാതിരിക്കുക, ശരീരത്തിൻ്റെ സന്തുലനത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ക്ലിയറായിട്ട് ചിന്തിക്കാൻ പറ്റാതിരിക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക, ഇത്തരത്തിലുള്ള ഒരുപാട് മാനസികവും ശാരീരികവും ആയിട്ടുള്ള മസ്തിഷ്കം കൊണ്ട് കൺട്രോൾ ആകപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കാറുണ്ട്. അത് പ്രത്യേകിച്ചു നിരന്തരമായ ഉപയോഗം അല്ലെ ഒരുപാട് ഉപയോഗം കൊണ്ടൊക്കെ തന്നെ വരുന്നതാണ്. ശാരീരികമായിട്ടുള്ള മറ്റൊരു എടുത്തു പറയേണ്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അമിത രക്താതിസമ്മർദ്ദത്തിനുള്ള ഒരു പ്രധാന കാരണങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ ഹൃദയയിടിപ്പ് പെട്ടെന്ന് അനിയന്ത്രിതമായിട്ട് വരാൻ, ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന കൃത്യതയില്ലാത്ത ഹൃദയയിടിപ്പ്, അതിനൊക്കെ മദ്യം കാരണമാകാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഉറങ്ങാൻ മദ്യത്തിൻ്റെ സഹായം ഉണ്ടാകും എന്നാണ് വിചാരിക്കുക. പക്ഷേ നമ്മൾ ശാസ്ത്രീയമായി പഠിച്ചാൽ മനസ്സിലാക്കുന്നത് ഉറക്കത്തിൻ്റെ പോലും ക്വാളിറ്റി അല്ലെ നിലവാരം മെച്ചപ്പെടുത്തുന്നില്ല മദ്യം. ആദ്യം ഒരു വല്ലാത്ത ഒരു ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണെങ്കിലും ശരീരത്തിന് റിലാക്സിങ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഉറക്കമല്ല മദ്യം കൊണ്ട് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് സെക്ഷൽ ഫങ്ഷനെ കുറിച്ച് പറയുന്നത്, ഇറ്റ് ഇൻക്രീസസ് ദ ഡിസയർ ബട്ട് ടേക്കത്ത് അവേ ദ പെർഫോമൻസ് എന്നാണ്. നമ്മൾ ലൈംഗികമായിട്ടുള്ള കഴിവുകൾക്കും കുറയ്ക്കാൻ തന്നെയാണ് മദ്യം. ആസക്തി ഉണ്ടാക്കുമെങ്കിലും കഴിവുകൾ കുറയ്ക്കാനാണ് മദ്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിരിക്കെ തന്നെ മദ്യം എനിക്ക് അറിയാം, ഒരുപാട് പേര് ആശ്വസിക്കുകയും ഒരുപാട് ഫ്രണ്ട്സ് കൂടിച്ചേരാൻ ഉപയോഗിക്കുന്നതും സ്റ്റേറ്റ് ആണെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതും ഒക്കെ തന്നെ ഒരു കാര്യമാണ് മദ്യം. പക്ഷെ അങ്ങനെ ഇരിക്കെ തന്നെ ദോഷഫലങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാനാവില്ല. അതിപ്പോൾ ഏത് മദ്യം എടുത്താലും ചിലർ ചോദിക്കാറുണ്ട്, ഞാൻ നിർത്തി പക്ഷെ ഞാൻ ബിയർ മാത്രം കഴിക്കും. പക്ഷെ ബിയറിലും ആൽക്കഹോളുണ്ട്, അത് കുറച്ച് അളവ് കുറവാണ് എന്ന് ഒഴികെ അതും മദ്യത്തിൻ്റെ ഇനത്തിൽ തന്നെയാണ് പെടുന്നത്. പിന്നെ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള വിസ്കി, റം, അതിലൊക്കെ ഒരു 40-50% ആൽക്കഹോൾ ഉണ്ട് എന്ന് ഉള്ളത് ഒരു സത്യം. താരതമ്യേന ബിയറിലും വൈനിലും കുറവാണെന്ന് നമ്മൾ കാണുന്നു. പക്ഷേ ഉപയോഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു രൂപത്തിലും മദ്യം ഉപയോഗിക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. പ്രമേഹ രോഗികളോട് നമ്മൾ അവരുടെ ഹൃദ്രോഗ സാധ്യതയും കരൾ രോഗ സാധ്യതയും മുൻനിർത്തി ഉപയോഗിക്കേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇനി അഥവാ ഉപയോഗിക്കണമെങ്കിൽ തന്നെ ഒരു 2 ഡ്രിങ്ക്സിന് അപ്പുറത്തേക്ക് പോകാതിരിക്കുക, നന്നായി ആഹാരം കഴിച്ചിട്ടും ഏറെ വെള്ളത്തിനോടൊപ്പം ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മുടെ മലയാളം സിനിമയിൽ കാണിക്കുന്ന പോലെ ഒറ്റ വലിക്ക് കുടിക്കുന്ന, വെള്ളം ചേർക്കാതെ ഒരു മായവും ചേർക്കാതെ കഴിക്കുന്ന ആ ഒരു
പ്രക്രിയ വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് മദ്യപാനം ഒരു രൂപത്തിലും നമ്മൾ എൻകറേജ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഏത് രൂപത്തിലും ഏത് അളവിലും മനുഷ്യ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മദ്യം. അതുകൊണ്ട് സോഷ്യൽ ഡ്രിങ്കിങ് ആകാം, അല്ലാത്ത ഡ്രിങ്കിങ് പാടില്ല എന്നൊന്നും പറയുന്നതിൽ യാതൊരു സത്യവുമില്ല. പക്ഷേ ഇനി അഥവാ ഉപയോഗിക്കണമെങ്കിൽ തന്നെ മിതത്വം പാലിക്കുക, അളവിൽ മിതത്വം, അതുപോലെ വല്ലപ്പോഴും ആകുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.